أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله എല്ലാവരുടെയും മുഖം വളരെ വാടിയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ആ സ്ഥാനത്തായിരുന്നെന്ന് വെച്ചാൽ ചിലപ്പോൾ എണീറ്റൊന്ന് പുറത്ത് പോയിട്ടുണ്ടാവും. കാരണം ഈ പ്രസംഗം കേട്ടിരിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അത്ര അനുയോജ്യമായ കാര്യമല്ല. നമുക്ക് ഒരുപാട് നേരം ഒരു സ്ഥലത്തിരിക്കാൻ പറ്റില്ല. വി ഹാവ് ടു മൂവ് അല്ലേ. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം, അങ്ങനല്ലേ? ഒരേ സ്ഥലത്തിരിക്കാൻ നമുക്ക് പറ്റുമോ? റംലത്താത്ത പറയും, പറ്റുമോ? പറ്റൂലല്ലോ. നമുക്കിങ്ങനെ എണീക്കാൻ തോന്നും അല്ലേ, നമുക്ക് നടക്കാൻ തോന്നും, നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നും. ബിക്കോസ് നമ്മളെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ആണുങ്ങളെ ബ്രെയിൻ പോലല്ല പെണ്ണുങ്ങളെ ബ്രെയിൻ വർക്ക് ചെയ്യണേ അല്ലേ. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു അല്ലേ. ഇന്നലെ മുതലേ തുടങ്ങിയിട്ടുണ്ടാവും ഇന്നത്തേക്കുള്ള പ്രവർത്തനം വീട്ടിൽ അല്ലേ. ഇവിടെ വരാനുള്ള ഓരോ കുട്ടികളുടെ ഡ്രസ്സ് മുതൽ വീട്ടിൽ വരാതിരിക്കുന്ന ഉമ്മമാരുടെയും വല്യമ്മമാരുടെയും കാര്യം വരെ ഒരുക്കി വെച്ചിട്ടാണ് ഇവിടെ ഓരോ സ്ത്രീകളും ഇരിക്കുന്നത്. നിങ്ങളുടെ ക്ഷമയെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറയാനുള്ള സമയമില്ല. പക്ഷെ നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കവിത്ര എന്നെ നോക്കുന്നുണ്ട്, കാരണം എൻ്റെ വാക്കുകൾ തെറ്റുന്നു. ക്ഷമിക്കണം, ഞാൻ മലയാളത്തിൽ കുറച്ച് മോശമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾ അലങ്കരിച്ച് തന്ന ഈ സ്ഥാനം എത്രത്തോളം നന്നായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ളതാണ് ഞാനിവിടെ പറയുന്നത്, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ കുറച്ച് വാക്കുകൾ ഇവിടെ സംസാരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഞാൻ വനിതാ വിങ്ങിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ബാവുക്കാക്ക 2017 ബാവുക്കാക്കയാണ് എന്നോട് ഒന്നുമല്ലാതിരുന്നൊരു സമയത്ത് ചെറുപ്പത്തിലുള്ള ആ ഒരു അടുപ്പത്തിൻ്റെ പേരിൽ, ഞാനൊരു ചെറിയ കുട്ടിയാവുമ്പോൾ ബാവുക്കാക്കാനായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു അല്ലേ. ബാവുക്കാക്ക അല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് നിൽക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പറ്റൂല, ഇത്ര വലിയ സ്ഥാനത്തൊക്കെ നിങ്ങൾ എന്നെ വിളിക്കല്ലേ, എന്നെ കൊണ്ട് കഴിയില്ല, നമ്മൾ വർക്ക് ചെയ്യണതാണ്, ഇതൊന്നും കൊണ്ടെടുക്കാൻ കഴിയില്ല. അപ്പോൾ ബാവുക്കാക്ക വീണ്ടും അങ്ങനെ അത് കടന്നുപോയി. 6-7 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ബാവുക്കാക്കാൻ്റെ നിർബന്ധത്തിന് പുതിയ സെമിയും കൂടിയിട്ട് നമ്മൾ ഒരു കൂടിയാലോചിച്ച് ഈ വനിതാ വിങ് രൂപീകരിച്ച് വന്നതാണ്. അൽഹംദുലില്ലാഹ്, ഇന്നേക്ക് 8 വർഷമായി വനിതാ വിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിലെ 25 ആക്റ്റീവായിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. വളരെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത കഴിവുകളാണ്. ഞാൻ ഈ 8 വർഷം കൊണ്ട് ഓരോരുത്തരെയും പഠിച്ചു വരികയാണ്. ഓരോരുത്തരും കഴിവുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഈ വനിതാ വിങ്ങിൻ്റെ ഒരു പ്രവർത്തനം ഓരോ സംഗമത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതെടുത്ത് പറയേണ്ട കാര്യമില്ല. ആദ്യത്തെ സംഗമത്തിൽ നമ്മൾ നടത്തിയ കലാപരിപാടികൾ, മീൻസ് കായിക വിനോദങ്ങൾ, അതിൻ്റെ വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന 3 ആളുകളുണ്ട്. എൻ്റെ മുന്നിലിരിക്കേണ്ട ജുമുത്താത്ത, വളരെ വിഷമത്തോടു കൂടി പറയാണ് വരാൻ പറ്റാത്ത ലിസത്താത്ത, റജീൻ താത്ത. വളരെ നല്ല രീതിയിൽ കായിക വിനോദങ്ങളെ ചെയ്യുന്ന ആളുകളാണ് അവർ നമ്മുടെ ഈ സമിതിയുടെ ഒരു മുതൽക്കൂട്ടാണ്. ലിസത്താത്തക്ക് ഇവിടെ വരാൻ പറ്റാത്ത ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഒരു കൂട്ടം വനിതകളെ കലാപരിപാടിക്ക് ഒരുക്കിക്കൊണ്ടാണ് ആൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ കാണാൻ പോകുന്നത് ഒരു കലാവിരുന്നാണ്. ഒപ്പന, കോൽക്കളി, അറബിക് ഡാൻസ്. അത് കാണാതെ നിങ്ങൾ പോകരുത് കേട്ടോ, നഷ്ടവും. കുറേ കാലമായി ഞങ്ങൾ അതിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ എനിക്ക് പറയാനുള്ളത്, കുറച്ച് ആളുകൾ, എൻ്റെ മുന്നിലിരിക്കുന്ന കവിയത്രി ജസ്നത്ത ഇപ്പോൾ കേരളം വിട്ടും അറിയപ്പെടുന്ന ഒരു കവിയത്രിയാണ്. പിന്നെ സൈറത്താത്ത, പുതിയൊരു കവിയത്രി ഇവിടെ വരുന്നുണ്ട്. ഷഹനാസ് താത്ത ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. ബാക്കിൽ ജിൻസി ഇരിക്കുന്നുണ്ട്, തടിയുണ്ടെങ്കിലും ഡാൻസ് നന്നായി കളിക്കും, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. പിന്നെ ജംഷിത്ത പറയാനില്ല, പല കഴിവുകളിലൂടെ പോകുന്നു. ഞാൻ ആരെയും വിട്ടുപോവാണെങ്കിൽ അറിയാതെ വിട്ടുപോകണം കേട്ടോ. സൈനത്താത്തൻ്റെ മുഖം ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന നെസ്താത്ത, ഫൗസിത്താത്ത. ഞാൻ ആരെ വിട്ട് ഓർമ്മയില്ല. റൗഫത്താത്ത. എന്ത് പറഞ്ഞാലും അത് വളരെ മനോഹരമായി സൈലൻ്റായി ചെയ്യുന്ന ആളുകളുണ്ട്, പറയാതെ തന്നെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, നമ്മളെ വാളക്കുളം സ്വന്തക്കാരെ നമ്മളെപ്പോഴും വിട്ടുപോകും. സാക്കിത്താത്ത, ലുബിന, ഫെബിന പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കണം. ഈ ഒരു ഞാനാണ് വനിതാ വിങ് എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല, കാരണം ഞാനിതിലൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ. ഈ പറഞ്ഞ വ്യക്തികളാണ് ഈ വനിതാ വിങ്ങിൻ്റെ ശക്തി. അപ്പോൾ അവർക്ക് നിങ്ങളൊരു കയ്യടി കൊടുക്കുക. അവരുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ
ഇനിയും ഇതിലേക്ക് വരാനിരിക്കുന്ന ഇവിടെ ഡാൻസ് ആടി 1 വയസ്സോ 2 വയസ്സോ അല്ല 3 വയസ്സായ ഒരു കുട്ടി നേരത്തെ ഡാൻസ് കളിച്ചിരുന്നു. ആ കുട്ടിയും ഈ വനിതാ വിങ്ങിലേക്ക് ചേരാനുള്ള കുട്ടികളാണ്. അപ്പോൾ ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ ഇതിലേക്ക് വരികയും ഇതിനെ ഇനി ഞങ്ങൾ കഴിഞ്ഞാലും ഞങ്ങളുടെ തലമുറകൾ കഴിഞ്ഞാലും ആ കുട്ടികളൊക്കെ ഇതിലേക്ക് വന്ന് ഞങ്ങൾ എങ്ങനെയാണ് ഒത്തൊരുമയോടെ ഞങ്ങൾ പല പല അഭിപ്രായങ്ങളുള്ള പല പല വിചാരങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും പല ആശയങ്ങളുള്ള ആളുകൾ ഒരുപോലെ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ഇടയിൽ ചില ചർച്ചകളും ചോർച്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി എങ്ങനെയാണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേ സ്നേഹത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം സ്ത്രീകൾ കൂടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ, ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും അല്ലേ, അപ്പം അത് എന്തായാലും ഉണ്ടാവും. പക്ഷേ അത് ഒരുമിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് വനിതാ വിങ്ങിനുള്ളത്. ഇനി തലമുറകൾ ഞങ്ങളൊക്കെ മൺമറഞ്ഞു പോയാലും ഇവിടെയുള്ള ഓരോ ചെറിയ കുട്ടികളും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ വനിതാ വിങ്ങിനെ എവിടെ വെച്ചും നിർത്താതെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എന്നിൽ അർപ്പിതമായ കർത്തവ്യം വേറെയാണ് വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനം പറയാൻ. കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഞാൻ ആരും സ്വാഗതവും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം. അധ്യക്ഷൻ അൻവർ നഹ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി, ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പറയാ, നമ്മൾ സെക്രട്ടറി ഒക്കെ പറയും നിങ്ങൾക്ക് എന്താ വേണ്ടി ഞങ്ങൾ ചെയ്തോളി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴേ അങ്ങനെ പറയാം. അത്രക്കും നമുക്ക് തരുന്ന ഒരു സ്നേഹവും വിശ്വാസം ഉണ്ടല്ലോ, അതാണ് നമ്മളെ ശക്തി. അൻവർ കാക്കയാണെങ്കിൽ നന്നായി ഗൈഡ് ചെയ്ത് തരും, സലാമാക്ക് അതിരിക്കണേ നമുക്കിങ്ങനെ പറഞ്ഞു തരും നിങ്ങൾ അങ്ങനെ ചെയ്തോളി നിങ്ങൾ ചെയ്തോളി. അതൊക്കെ നമുക്ക് തരുന്നൊരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മളെ സിദ്ദീഖാക്കുണ്ടല്ലോ, ഇവിടെയുള്ള കർത്തവ്യം പോലും മറന്നിട്ട് അവിടെ സ്വന്തം പണി നോക്കിയിരിക്കുക. അത്ര ആത്മാർത്ഥമായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. പിന്നെ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സോഷ്യൽ സർവീസായിട്ട് കഴിഞ്ഞതിൽ 4 സോഷ്യൽ സർവീസ് ചെയ്തു. ഒരു സ്നേഹാലയം കടലുണ്ടി വിസിറ്റ് ചെയ്തിരുന്നു, അതേപോലെ നമ്മൾ ശാന്തി ഭവൻ രണ്ടത്താണി വിസിറ്റ് ചെയ്തിരുന്നു, പിന്നെ സ്നേഹവീട് കമറുന്നീസ് അൻവറിൻ്റെ സ്നേഹവീട്, പിന്നെ ഒരു മലബാർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കുകയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം അവർക്ക് ചെയ്യുകയും അതുകൊണ്ട് ഒന്നും ആവില്ലെങ്കിലും പല ആളുകളുടെയും വിഷമങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സൗകര്യം എത്രത്തോളാണെന്ന് മനസ്സിലാക്കുക, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ ചെറുതായി ഒന്ന് കണ്ണീരൊപ്പാൻ ചെറിയ രീതിയിൽ വനിതാ വിങ്ങിന് പറ്റിയിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ വിനോദങ്ങൾക്കും ഇവർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. 2 ടൂറുകൾ വനിതാ വിങ് ഓൺലി ടൂറാട്ടോ, ഡ്രൈവർ മാത്രമേ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാണായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് 2 ടൂർ പോയിട്ടുണ്ട്. അത് ഒന്ന് വയനാട് ഒരു റിസോർട്ടിലേക്ക്, പിന്നെ ഒന്ന് നമ്മളെ കക്കാടംപോയിൽ ഒരു റിസോർട്ടിലേക്ക്. 2ഉം നല്ല ഒരു വിനോദയാത്രയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു സ്വാതന്ത്ര്യം തന്ന മെയിൻ കമ്മിറ്റിയോട് നന്ദി പറയുന്നു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ വനിതാ വിങ്ങിൻ്റെ ഒരു ശക്തി എന്നും ഇതുപോലെ സ്നേഹത്തോടെ തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മൾ പ്രസിഡൻറ്റിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടിട്ടുണ്ട്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ കട്ടക്ക് നിൽക്കുന്ന ആളാണ് മുട്ടിത്താത്ത, ഞാൻ വിട്ടുപോയൊരു പേരാണ്. പിന്നെ ബാക്കിലിരിക്കുന്ന സുഫി, റുബി ഒക്കെ കൂടെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇനിയും ഇതുപോലെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സലാമക്ക എനിക്ക് മണി മുഴക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബാക്കി പരിപാടികൾ നല്ല രീതിയിൽ പോട്ടെ. അസ്സലാമു അലൈക്കും.